അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്ർ നിസ്കാരത്തിന്റെ സമയം ഖന്തഖിൽ വെച്ചുകൊണ്ട് അതേ മുശ്രിക്കുകളോടും സഖ്യകക്ഷികളും കൂടിയിട്ട് ചർച്ചയും മറ്റുമൊക്കെയായിട്ട് തങ്ങളെ അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് തെറ്റിച്ചപ്പോ ജൂതന്മാരും മുശ്രിക്കുകളും സഖ്യം ചെയ്തിട്ടുള്ളൊരു സമരമല്ലേ അവിടെ ഉണ്ടായിരുന്നത്. അവര് തങ്ങളെ അസ്ർ നിസ്കാരം സമയത്തുനിന്ന് തെറ്റിച്ചപ്പോ സഹിക്കാൻ കഴിയാതെ തങ്ങൾ ദുആ ചെയ്തു. കല്ലെറിഞ്ഞവർക്കെതിരെ തങ്ങൾ ദ്വാരുന്നിട്ടില്ല, രക്തം ഒലിപ്പിച്ചവർക്കെതിരെ തങ്ങൾ ദ്വാരുന്നിട്ടില്ല, അവിടുത്തെ മുൻപല്ല് പൊട്ടിച്ചവർക്കെതിരെ ദ്വാരുന്നിട്ടില്ല. അതേ സമയത്ത് അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് നീക്കിയപ്പോ തങ്ങൾ പറഞ്ഞു, മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ ശഗലൂനാ അനിസ് സ്വലാത്തിൽ വുസ്താ. ഖുർആൻ സ്വലാത്തുൽ വുസ്ത എന്ന് പ്രത്യേകം ബഹുമാനം നൽകിയ നിസ്കാരം അസ്ർ നിസ്കാരമാണ്. പ്രത്യേകം സൂക്ഷിക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ട്. ഹാഫിളൂ അലസ് സ്വലവാതി വസ്വലാത്തിൽ വുസ്ത. എല്ലാ നിസ്കാരങ്ങളും പതിവായി നിർവഹിക്കണം. ഒന്ന് അല്ലാഹു എടുത്തു പറഞ്ഞു, വസ്വലാത്തിൽ വുസ്ത, അസ്ർ നിസ്കാരം പ്രത്യേകം. അസ്ർ നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്ത എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ബലപ്പെടുത്തിയ അഭിപ്രായമാണ്. മഹാന്മാരായ ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ അഖറബു അന്നഹു ഹുവൽ അസ്റു. സ്വലാത്തുൽ വുസ്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ർ നിസ്കാരമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കാരത്തെ പറ്റിയാണല്ലോ അങ്ങനെ പറഞ്ഞത്. മുശ്രിക്കുകളുടെയും ജൂതന്മാരുടെയും അവരുടെ കുടികളും അവരുടെ വീടുകളും അവരുടെ കുടിമാടങ്ങളും നരകം കൊണ്ട് തീ കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. സ്വലാത്തുൽ വുസ്തയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളഞ്ഞല്ലോ. അസ്ർ നിസ്കാരം വലിയ ബഹുമാനമുള്ള നിസ്കാരമാണ്. സഹോദരങ്ങളെ, ഖളാ ആകാൻ പലപ്പോഴും ചാൻസ് കൂടുതലുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഖളാ ആയാൽ വലിയ നഷ്ടം സംഭവിക്കും. മൻ തറക സ്വലാത്തൽ അസ്രി ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു. ഒരാൾക്ക് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിനും അവന്റെ സമ്പത്തിനും തകർച്ച സംഭവിച്ചു. ബറക്കത്ത് കുറഞ്ഞു. പലതും വരും. ഇടങ്ങേറൊക്കെ വരുമ്പോ നമ്മള് ചികിത്സക്കാരത്ത് പോയപ്പോ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തോ, കൃത്യമായിട്ട് അസ്ർ നിസ്കരിക്കൂല, ഒന്നും നിസ്കരിക്കൂല. നമുക്കല്ലാതെ പിന്നെ ആർക്കും ഇടങ്ങേറ് വരിക? പിന്നെ അതിന്റെ ആരെങ്കിലും ചെയ്തോ പോയോക്കിയിട്ട് കാര്യമുണ്ടോ? ഒറ്റ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ തകർച്ച സംഭവിക്കും. ആപത്ത് വരും, കുടുംബത്തിന് ആപത്ത് വരും, സമ്പത്തിൽ ആപത്ത് വരും, തകർച്ച വരും, കച്ചവടത്തിൽ നഷ്ടം വരും, ഒക്കെ സംഭവിക്കും. നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ കച്ചവടം കുറച്ച് കമ്മിയാണ്. അസ്ർ നിസ്കാരം നിസ്കരിക്കല്ലേ ഉണ്ട്, ഇടക്കിടക്കൊക്കെ ഓരോന്ന് മിസ്സാകല്ല, അപ്പൊ മറ്റേത് മിസ്സാവും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ലെവലായി കൂട്ടണം. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. അസ്ർ നിസ്കാരം ഒഴിവാക്കിയാൽ സമ്പത്തിനും കുടുംബത്തിനും തകർച്ച സംഭവിക്കും. ഒഴിവാക്കാൻ പാടില്ല, നല്ലോണം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അസ്ർ നിസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കാൻ എല്ലാ ജമാഅത്തിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അസ്റിലും ഫജ്റിലെങ്കിലും നീ പങ്കെടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 വക്ത് നിസ്കാരത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യാണ്. 5നും എത്താൻ കഴിയില്ലെങ്കിൽ സുബഹിക്കും അസ്റിനെങ്കിലും എത്താൻ കഴിയോ? എന്നാ നീ എങ്ങനെ സ്വീകരിക്കണം? എന്തേ അത് രണ്ടും എണ്ണി പറയാൻ കാരണം? ഖുർആനിലും അത് എടുത്തു പറയാൻ കാരണം മറ്റു 3 വക്ത് നിസ്കാരങ്ങൾക്കും ജമാഅത്തിനും ഇല്ലാത്ത പ്രത്യേകത അസ്റിനുണ്ട്, ഫജ്റിനും ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളിൽ ഒന്ന്, ഈ 2 നിസ്കാരത്തിനും 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, രാത്രി സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്, പകൽ സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. 2 മലക്കുകളും ഒരുമിച്ച് കൂടുന്ന 2 വഖത്ത് അത് അസ്റും ഫജ്റുമാണ്. ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് അവര് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് നമ്മെപ്പറ്റി ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് അവർ റിസൾട്ട് പറയുന്നത് എന്താണെന്നറിയോ? അതൈനാഹും വഹും യുസല്ലൂൻ.
യുസല്ലൂന വറജഅനാഹും റജഅനാ അൻഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കാണ്, ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കരിക്കാണ്. ഇപ്പൊ അസ്റിനൊരു കൂട്ടം മലക്കുകൾ വന്നു. ഇന്നലെ സുബഹിക്ക് വന്ന മലക്കുകള് സുബഹിക്കുണ്ട്, അതുപോലെ തന്നെ ളുഹ്റിനുമുണ്ട്. അസ്റും കഴിഞ്ഞിട്ട് ആ മലക്കുകൾ വാനിലേക്ക് ഉയർന്നു പോകും, അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് അവര് പോകും. അവര് അസ്ർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അസ്റിനൊരു പുതിയ കൂട്ടം മലക്കുകൾ വന്നു. 2 മലക്കുകൾ അസ്റിന്റെ ജമാഅത്തിലുണ്ട്. അസ്റിന് വന്നവർ ഓൾറെഡി ഇപ്പോഴുണ്ട്. അവര് മഗ്രിബിലുണ്ട്, ഒരു കൂട്ടം മാത്രമാണ്. ഇശാഇനുണ്ട്, ഒരു കൂട്ടം മാത്രമാണ്. ഇനി ഒരു പുതിയ കൂട്ടം രാത്രിയിൽ വരും, അത് സുബഹിക്കാണ്. അപ്പൊ അസ്റിന് വന്ന ആളുകൾ സുബഹിന്റെ ജമാഅത്തും കഴിഞ്ഞവര് പോകും. ഇങ്ങനെ 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന 2 ജമാഅത്ത്. അതൊന്ന് സുബഹിയാണ്, മറ്റൊന്ന് അസ്റാണ്. വലിയ മഹത്വമുള്ള 2 നിസ്കാരങ്ങളാണ് സഹോദരങ്ങളെ. ആ നിലക്കും അസ്ർ നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വൈകല്യങ്ങൾ വന്നു ചേരാൻ അസ്ർ നിസ്കാരം ഒഴിവാക്കുന്നത് കാരണമാണ്. ബറക്കത്ത് നഷ്ടപ്പെടാനും അനാവശ്യങ്ങൾ കുമിഞ്ഞുകൂടാനും കാരണമാണ്. അത് വെറുതെ പറഞ്ഞതല്ല. ഈ വിഷയം വിശദീകരിച്ചിടത്ത് അല്ലാമ ഇമാമുൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം തഫ്സീറിൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഒരു പെണ്ണുണ്ട് മദീന തെരുവിലൂടെ ഇങ്ങനെ അന്വേഷിക്കുന്നു. ആരെയാ ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ച് നടക്കാൻ. ദുല്ലൂനി അലാ റസൂലില്ലാഹ്, ദുല്ലൂനി അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണങ്ങനെ ചോദിച്ചു നടക്കുന്നു, എനിക്കൊന്ന് കാണിച്ചു തരൂ, എനിക്കൊന്ന് കാണിച്ചു തരൂ. ചോദിക്കുന്ന പെണ്ണ് തങ്ങളെ മുന്നിലെത്തി. തങ്ങൾ ചോദിച്ചു, പെണ്ണേ നീ എന്നെയാണല്ലോ ചോദിക്കുന്നത്, എന്താണ് ആവശ്യം? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഒരുപാട് പാപക്കറകളുള്ളൊരു പെണ്ണാണ്, എനിക്ക് എന്താണ് ശിക്ഷ എന്നത് തങ്ങൾ പറഞ്ഞു തരണം. എന്താ പെണ്ണെ നീ ചെയ്തത്? എന്റെ ഭർത്താവ് ജോലിക്ക് പോയി, ആ പോയ ചാൻസ് നോക്കിയിട്ട് ഞാൻ മറ്റൊരാളുമായി അവിഹിത വീഴ്ച നടത്തി. എന്നിട്ടോ അതിലെനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടി എന്റെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന സുർക്ക ടിന്നുണ്ടായിരുന്നു. മുഴുവനും അതിൽ സുർക്കയാണ്. ആ സുർക്ക ടിന്നിൽ മുക്കിയിട്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. ഈ സുർക്ക ഞാൻ വിൽപ്പന നടത്തുകയും ചെയ്തു. ഒരുപാട് തെറ്റിന്റെ പരമ്പരയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രതിവിധി തരണം നബിയേ. ആ പെണ്ണ് പശ്ചാത്താപ ബോധത്തോടെ വന്നിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അമ്മസ്സിനാ ഫഅലൈകി റജ്ം, നീ വേശ്യാവൃത്തി ചെയ്തതിന് നിന്നെ എറിഞ്ഞു കൊല്ലണം, അതാണ് ശിക്ഷ. കാരണം നീ വിവാഹിതയാണ്. അമ്മാ ഖത്ലുൽ വലദ്, കുട്ടിയെ കൊന്നു കളഞ്ഞില്ലേ, ഫജസാഉഹു ജഹന്നം, അതിന്റെ ശിക്ഷ നിനക്ക് കിട്ടുന്നത് അല്ലാഹു മാപ്പ് തന്നില്ലെങ്കിൽ ജഹന്നമാണ്. വഅമ്മാ ബൈഉൽ ഖല്ലി ഫഖദ് ഇർതകബതി കബീറാ, സുർക്ക വിൽക്കാൻ പാടില്ലായിരുന്നു, നജസായ സുർക്ക, നീ അത് വിറ്റതൊരു വൻകുറ്റമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലാകിൻ ലനന്തു അന്നകി തറക്തി സ്വലാത്തൽ അസ്രി, പെണ്ണേ ഈ വ്യഭിചാരവും ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതും ഈ ഹറാമായ നിലക്കുള്ള വിൽപ്പന നടത്തിയതും ഇതൊക്കെ നിന്നിൽ വരാനുള്ള കാരണം ഞാൻ നിന്നെ പറ്റി മനസ്സിലാക്കുന്നത് നീ അസ്ർ നിസ്കരിക്കാത്ത പെണ്ണാണ്. അസ്ർ നിസ്കാരത്തിന്റെ ഒരു കുറവ് കൊണ്ട് ചാബല്യങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് വന്നു ചേർന്നു. അതൊക്കെ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയാണ് അസ്ർ നിസ്കാരം കാത്തു സൂക്ഷിക്കുന്നത്. സഹോദരങ്ങളെ, ആ നിസ്കാരത്തിന്റെ കുറവ് കൊണ്ട് അനാവശ്യങ്ങളുടെ കൂമ്പാരങ്ങളാ വന്നത്. ആ പെണ്ണിന്റെ ജീവിതത്തിൽ എത്ര ശിക്ഷയാ വന്നിരിക്കുന്നത്. കാരണം ഒന്നാണ്, അസ്ർ നിസ്കാരം ഉപേക്ഷിച്ചു പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.